Hi friends, welcome back to my channel, Sims Nurses Corner. As usual, നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷുവർ മാർക്സ് ആണ്. 1-2 ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തായാലും ചോദിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. First one, Battledore placenta. What is Battledore placenta? An abnormality of the placenta in which the umbilical cord is inserted at the edge or margin of placenta. അതായത് നോർമലി നമ്മുടെ അംബിലിക്കൽ കോഡ് പ്ലാസൻ്റയുടെ സെൻറ്റർ പോർഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് മാറിയിട്ട് എഡ്ജ് അല്ലെങ്കിൽ മാർജിൻ ഓഫ് പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു അബ്നോർമാലിറ്റിയാണ് ബാറ്റിൽഡോർ പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് അബ്നോർമാലിറ്റീസ് ഉണ്ട്. സക്സിൻഡറേറ്റ, വെലമെൻറ്റസ് പ്ലാസൻ്റ, അക്രീറ്റ, അങ്ങനെ ഒരുപാടുണ്ട്. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. Okay, next one, Pearl Index. What is Pearl Index? Safety of contraceptive methods. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ സേഫ്റ്റി അസസ് ചെയ്യുന്നതാണ് പേൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? പേൾ ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതായത് പേൾ ഇൻഡെക്സ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, സിങ്ക് ഫോസ്ഫൈഡ്. വാട്ട് ഈസ് സിങ്ക് ഫോസ്ഫൈഡ്? ഓർഗാനോ ഫോസ്ഫറസ് പെസ്റ്റിസൈഡ്സ് ആണ്. ഓക്കെ, പെസ്റ്റിസൈഡ്സ് ആണ്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആണ് സിങ്ക് ഫോസ്ഫൈഡ്. അത് റോഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് സിങ്ക് ഫോസ്ഫൈഡ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. Next one, good source of omega-3 fatty acids. Good source of omega-3 fatty acids ഏതൊക്കെയാണ്? ഗ്രൗണ്ട്നട്ട്, കോൺ ഓയിൽ, ഫിഷ് ഓയിൽ. ഓക്കെ, ഗ്രൗണ്ട്നട്ട്, കോൺ ഓയിൽ, ഫിഷ് ഓയിൽ. നമ്മുടെ സാർഡൈൻ ഇല്ലേ, ചാള, അത് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, സാർഡൈൻ. നെക്സ്റ്റ് വൺ, റോതെറാസ് ടെസ്റ്റ്. വാട്ട് ഈസ് റോതെറാസ് ടെസ്റ്റ്? ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള, ജസ്റ്റ് പറഞ്ഞു, കീറ്റോൺ ബോഡീസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യൂറിൻ അസറ്റോൺ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് റോതെറാസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്യൂമർ മാർക്കേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്യൂമർ മാർക്കേഴ്സ് പറഞ്ഞുതരാം. CA15-3 ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്യൂമർ മാർക്കറാണ്. ഓക്കെ, CA15-3. ഇനി CA19.9 GIT, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. ഓക്കെ, നെക്സ്റ്റ് CA125, യൂഷ്വലി എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യുന്ന അറിയായിരിക്കും, ഒവേറിയൻ ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, CA125 ഒവേറിയൻ ക്യാൻസർ. CA15-3 ബ്രസ്റ്റ് ക്യാൻസർ, CA19.9 GIT, CA125 ഒവേറിയൻ ക്യാൻസർ. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ അത് PSA ആണ്. ഓക്കെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്യൂമർ മാർക്കർ PSA ആണ്. ഓക്കെ, PSA. CA15-3 ബ്രസ്റ്റ് ക്യാൻസർ, CA19.9 GIT, CA125 ഒവേറിയൻ ക്യാൻസർ, PSA പ്രോസ്റ്റേറ്റ്. ഒവേറിയൻ ക്യാൻസറിൻ്റെ സെർവിക്കൽ ക്യാൻസർ അസസ് ചെയ്യാൻ വേണ്ടി പാപ്സ്മിയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാപ്സ്മിയർ. നെക്സ്റ്റ് വൺ, HIV സ്ക്രീനിങ് ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ELISA ആണ് സ്ക്രീനിങ് ടെസ്റ്റ്. ELISA. കൺഫർമേഷൻ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട്. മാറിപ്പോകരുത്. സ്ക്രീനിങ് ടെസ്റ്റ് ELISA ആണ്. കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ബ്ലോട്ട് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ പറഞ്ഞ കീറ്റോൺ ബോഡീസ് ഒന്ന് അസസ് ചെയ്യുന്നതാണ്. നൈട്രോപൊസൈഡ് ആൽക്കലൈൻ മീഡിയത്തിൽ ഈ കീറ്റോൺ ബോഡീസ് റിയാക്ട് ചെയ്ത് ഇവിടെ ഒരു പർപ്പിൾ റിങ് തരും. ഓക്കെ, പർപ്പിൾ റിങ് തരും. ഈ പർപ്പിൾ റിങ് കൊണ്ട് കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബറോ ഇങ്ക് ടെസ്റ്റ്. വാട്ട് ഈസ് ബറോ ഇങ്ക് ടെസ്റ്റ്? സ്കാബീസിന്റെ ടെസ്റ്റ് ആണ് ബറോ ഇങ്ക് ടെസ്റ്റ്. ഓക്കെ, ബറോ ഇങ്ക് ടെസ്റ്റ് സ്കാബീസിന്റെ ടെസ്റ്റ് ആണ്. പറഞ്ഞുതരാം. ദെൻ ഡെക്സാ സ്കാൻ. വാട്ട് ഈസ് ഡെക്സാ സ്കാൻ? ഇസ് ഇമ്പോർട്ടൻറ്റ്, എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നതാണ്. അതായത് ബോൺ ഡെൻസിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്കാനാണ് ഡെക്സാ സ്കാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡെക്സാ സ്കാൻ. മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹാലോ ടെസ്റ്റ്. ഇത് ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. CSF ലീക്കേജ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോസിലേക്ക് ഈ നേസൽ ഡിസ്ചാർജിനെ കളക്ട് ചെയ്യുമ്പോൾ അതിനൊരു സർക്കിൾ റിങ് വരുന്നതാണ് ഹാലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും CSFന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. കൺഫർമേറ്ററി ടെസ്റ്റ് ബീറ്റ-2 ട്രാൻസ്ഫറൈസ് ആണ്. അതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ബാംഗിൾ ടെസ്റ്റ്. വാട്ട് ഈസ് ബാംഗിൾ ടെസ്റ്റ്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാംഗിൾ ടെസ്റ്റ്. അനദർ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാക്കേഴ്സ് സ്റ്റെപ്പ്. ഓക്കെ, അതിൽ പറയുന്നുണ്ട് 12.5-ന് ബിലോ ആയിട്ടുള്ളത് എല്ലാം മാൽന്യൂട്രീഷൻ ആണെന്ന്. ഓക്കെ, ഈ ബാംഗിൾ ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ 4 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ബാംഗിൾ എടുക്കുന്നു. ആ ബാംഗിൾ മിഡ് സർക്കംഫറൻസിനേക്കാൾ, അതായത് മിഡ് പോർഷൻ 4 സെന്റിമീറ്റർ ഉള്ള ബാംഗിൾ ചൈൽഡിന്റെ ഹാൻഡിലൂടെ കയറ്റുമ്പോൾ എൽബോ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൈൽഡ് മാൽനറിഷ്ഡ് ആണ്. അതായത് ലെസ് 12.5 സെന്റിമീറ്റർ ആണ് മാൽനറിഷ്ഡ് വരുന്നത്. അങ്ങനെ മാൽനറിഷ്ഡ് ആണെന്നാണ് ഈ ബാംഗിൾ ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈഡാൾ ടെസ്റ്റ്, വീൽ ഫെലിക്സ് ടെസ്റ്റ്. വൈഡാൾ ടെസ്റ്റ്, വീൽ ഫെലിക്സ് ടെസ്റ്റ്, ടൈഫോയിഡ്.
ഓക്കെ, ടൈഫോയിഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് വൈഡാൽ ടെസ്റ്റും ബീൽ ഫെലിക്സ് ടെസ്റ്റും. ദെൻ ഹാങ്ങിങ് ഡ്രോപ്സ്, എല്ലാവർക്കും അറിയാം കോളറ, സ്റ്റൂൾ ഫോർ ഹാങ്ങിങ് ഡ്രോപ്സ് വിടാറുണ്ട്. അത് കോളറ ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോളറ കോസേറ്റീവ് ഓർഗാനിസം വിബ്രിയോ കോളറയാണ്. കണ്ടാമിനേറ്റഡ് വാട്ടറാണ് അതിൻ്റെ സോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിനെറ്റ് ടെസ്റ്റ്. വാട്ട് ഈസ് ബിനെറ്റ് ടെസ്റ്റ്? ഇൻ്റലിജൻറ്റ് കോഷ്യൻ ടെസ്റ്റ്. ഇൻ്റലിജൻറ്റ് കോഷ്യൻ ടെസ്റ്റ് ആണ് ബിനെറ്റ് ടെസ്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ബിനെറ്റ് ടെസ്റ്റ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ ടെസ്റ്റ് ആണെന്ന്, IQ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ സ്വെറ്റ് ക്ലോറേറ്റ് ടെസ്റ്റ്. സ്വെറ്റ് ക്ലോറേറ്റ് ടെസ്റ്റ് ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വെറ്റ് ക്ലോറേറ്റ് ടെസ്റ്റ്. ഇത് ഓർത്ത് വെക്കണം, കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ് നമ്മൾ ഒരിക്കലും ഓർക്കില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു സ്വെറ്റ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിനകത്തു നിന്നുള്ള ആ ഒരു സെക്രീഷനെ ഫിൽറ്റർ പേപ്പറിൽ കളക്ട് ചെയ്യുന്നു. അതിനകത്തുള്ള ക്ലോറേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അസസ് ചെയ്യും. ഗ്രേറ്റർ ദാൻ 60 മില്ലിമോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ അത് സിസ്റ്റിക് ഫൈബ്രോസിസ് സസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫിൽറ്റർ പേപ്പറിനകത്ത് സ്വെറ്റ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ സെക്രീഷൻ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലോറൈഡ് കോൺസെൻട്രേഷൻ അസസ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 60 മില്ലിമോൾസ് പെർ ലിറ്റർ, അത് ഓർത്ത് വയ്ക്കുക വാല്യൂ, അതിനേക്കാൾ എബോവ് ഉണ്ടെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഷില്ലിംഗ് ടെസ്റ്റ്. വാട്ട് ഈസ് ഷില്ലിംഗ് ടെസ്റ്റ്? വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഷില്ലിംഗ് ടെസ്റ്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വൈറ്റമിൻ B12 ഷില്ലിംഗ് ടെസ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ലെപ്രസി. ഓക്കെ, ലെപ്രസി, ഹിസ്റ്റമിൻ ടെസ്റ്റ് ഈസ് ലെപ്രസി, അതും പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ ഫേൺ ടെസ്റ്റ് അല്ലെങ്കിൽ നൈട്രസിൻ ടെസ്റ്റ്. ഫേൺ ടെസ്റ്റ് അല്ലെങ്കിൽ നൈട്രസിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിലൊന്നുമില്ല, സെർവൈക്കൽ ഡിസ്ചാർജിനെ കളക്ട് ചെയ്തതിന് ശേഷം ഒരു സ്ലൈഡിനകത്ത് വെച്ചിട്ട് അത് മൈക്രോസ്കോപ്പിക്കലി അസസ് ചെയ്യുമ്പോൾ ഫേൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഒരു അപ്പിയറൻസിലുള്ള കാണിക്കുന്നുണ്ടെങ്കിൽ അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ കാണുന്ന ആ ഒരു അപ്പിയറൻസിനെയാണ് ഫേൺ എന്ന് പറയുന്നത്. ഫേൺ അപ്പിയറൻസ് അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലീക്കേജ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ VDRL, എല്ലാവർക്കും അറിയാവുന്നതാണ് സിഫിലിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ട്രിപ്പനിമ പാലിഡം. ഓക്കെ, ട്രിപ്പനിമ പാലിഡം ആണ് സിഫിലിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം. നെക്സ്റ്റ് വൺ ട്രണ്ടലംബർഗ് ടെസ്റ്റ്. ട്രണ്ടലംബർഗ് ടെസ്റ്റ് ഫോർ വെരിക്കോസ് വെയിൻ. ഓക്കെ, ട്രണ്ടലംബർഗ് ടെസ്റ്റ് ഫോർ വെരിക്കോസ് വെയിൻ ജസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞുതരാം. രണ്ട് മെത്തേഡിലാണ് നമ്മൾ യൂഷ്വലി സ്കാബീസ് അസസ് ചെയ്യുന്നത്. ഏതൊക്കെ മെത്തേഡിലാണ്? ഫസ്റ്റ് വൺ, നമ്മൾ ആ ഒരു ബറോണിൽ ഈ ഇങ്ങനെ ഒരു ലീഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ലീഷനകത്ത് എഗ്ഗ്, അതായത് സ്കാബീസിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ ഫീസസ് കാണും. ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എടുത്തിട്ട് മൈക്രോസ്കോപ്പിക്കലി അസസ് ചെയ്യുമ്പോൾ എഗ്സ് ആൻഡ് ഫീസസ് കാണാൻ പറ്റും. അതൊരു ടൈപ്പ്. ഓക്കെ, അതിനകത്ത് ആ ഒരു സ്കിൻ സ്ക്രാപ്പിംഗ് എടുത്ത് ഓയിൽ അല്ലെങ്കിൽ സലൈൻ പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഒരു അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് ഒരു സ്ക്രാപ്പ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിക്കലി അസസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാബീസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ബറോയിങ് മെത്തേഡ്, അതെന്ന് വെച്ചാൽ ഒരു ഫെൽറ്റ് ടിപ്പ് മാർക്കർ ടെസ്റ്റ് ആണ്. അതായത് ഈ ബറോസിലേക്ക് ഒരു മാർക്കർ, ഒരു ഇങ്ക് ഒഴിച്ചെടുക്കുന്ന സമയത്തേക്ക് ഈ ബറോ ഓയിലിന് നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും. ഇതിൽ ഏറ്റവും ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അതങ്ങ് വൈപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഈ ബറോ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ബറോ ഇങ്ക് ടെസ്റ്റ്. സ്കാബീസിൻ്റെയാണ്, സ്കാബീസ് ഡയഗ്നോസിസ് ആണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ ബിനെറ്റ് ടെസ്റ്റ്. ബിനെറ്റ് ടെസ്റ്റ് എന്താണ്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് നമ്മൾ IQ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. മെൻ്റൽ ഏജ് നമ്മളിത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, അതിന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നു അതാണ് മെൻ്റൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് നമ്മുടെ ആക്ച്വൽ ഏജ് എത്രയാണ് ഇൻറ്റു 100. ഓക്കെ, ഇതിൽ ജീനിയസ് ഓവർ 140, വെരി സുപ്പീരിയർ. ക്ലാസിഫിക്കേഷൻ ഉണ്ട് 120, 139 സുപ്പീരിയർ എന്ന് നോക്കി വെക്കുക. ഇതിനകത്ത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് നോക്കുക. എപ്പോഴും ബോർഡർ ലൈൻ എന്ന് ഓർത്ത് വയ്ക്കുക. ബോർഡർ ലൈൻ 70 ബിലോ ആണ് ബോർഡർ ലൈൻ വരുന്നത്. ഓക്കെ, 70 ബിലോ ഉള്ളൊരു നല്ല ഡെഫിഷ്യൻസി, ഒരു IQ നല്ല ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാണ് വൈറ്റമിൻ B12 ഷില്ലിംഗ് ടെസ്റ്റ്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പേഷ്യനോട് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വൈറ്റമിൻ B12 ഓറൽ ഡോസും കൊടുക്കും, അതുപോലെ തന്നെ IM ഡോസും കൊടുക്കും. ഓക്കെ, ഓറൽ ഡോസും IM ഡോസും കൊടുക്കും. എന്നിട്ട് 24 അവർ യൂറിൻ കളക്ട് ചെയ്യും. എന്നിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി എത്രയുണ്ടെന്ന് നോക്കും. ഓക്കെ, നോർമൽ ആണോ നോക്കുക. നോർമൽ ലെവൽ ഓഫ് വൈറ്റമിൻ B12 ഇൻ ദി യൂറിൻ, പോസിബിൾ ഡയഗ്നോസിസ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കോസ്ഡ് ബൈ പൂർ ഇൻടേക്ക്. അതായത് ഇൻടേക്ക് കുറവായതുകൊണ്ട്
നമ്മൾ ഓറലി അല്ലെങ്കിൽ IM വഴി ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ B12 നോർമൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഇൻടേക്ക് കുറവായതുകൊണ്ടാണ് വന്നത്. ഓക്കെ, ഇൻ കേസ് ഇപ്പോഴും അബ്നോർമലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻട്രിൻസിക് ഫാക്ടറും കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ വൈറ്റമിൻ B12 ഇൻട്രിൻസിക് ഫാക്ടർ, ഓറൽ ഇൻട്രിൻസിക് ഫാക്ടർ, ഓക്കെ, ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അബ്സോർപ്ഷൻ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നോർമൽ ആവുകയാണെങ്കിൽ നമുക്ക് പെർനീഷ്യസ് അനീമിയ, ലോ ഇൻട്രിൻസിക് ഫാക്ടർ കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടായെന്ന് അസസ് ചെയ്യാം. ഓക്കെ, ഇനി അതുമല്ല B12 വീണ്ടും അതുപോലെ റിമൈൻസ് ലോ ആണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഫർദർ കോസ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതാണ് ഷില്ലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്റമിൻ ടെസ്റ്റ്. നേരത്തെ നമ്മൾ ലെപ്രസിയുടെ കാര്യം പറഞ്ഞു, ലെപ്രസിക്ക് യൂസ് ചെയ്യുന്നതാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഹിസ്റ്റമിൻ ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെപ്രസി ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താ, ലെപ്രസിയിൽ സാധാരണ ഒരു പെരിഫറൽ നെർവ് ഡാമേജ് ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഈ ഏത് പാർട്ടിലോട്ടാണ്, ഇപ്പോൾ യൂഷ്വലി ലെഗ്സിലല്ലേ, ആ ലെഗ്സിലേക്ക് നമ്മൾ ഹിസ്റ്റമിൻ ഇഞ്ചെക്ട് ചെയ്യുന്നു. 0.1 ml 1:1000 സൊല്യൂഷൻ ഓഫ് ഹിസ്റ്റമിൻ ഫോസ്ഫേറ്റസ് ഈ ഹൈപ്പോ പിഗ്മെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി സസ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലിംസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നോർമൽ പേഴ്സൺ അവിടെ എരിത്തിമാറ്റസ് ഫ്ലെയർ ഉണ്ടാക്കും, അതായത് റെസ്പോൺസ് ഉണ്ടാക്കും. എന്താണ് നമ്മുടെ ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ഫ്ലെയർ ഉണ്ടാകും, അവിടെ എരിത്തമാറ്റസ് ഫ്ലെയർ ഉണ്ടാകും, റെഡ്നെസ്സും ഫ്ലെയറോ അങ്ങനെ ഒരു ഇത് നോർമൽ പേഴ്സൺ ഉണ്ടാക്കാം. പക്ഷേ ലെപ്രസി ഉള്ള പേഷ്യൻ്റ് അങ്ങോട്ടുള്ള നെർവ് സപ്ലൈ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാരണം, ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത് കാരണം ആ ഫ്ലെയർ റെസ്പോൺസ് ലോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ലെപ്രസി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഹിസ്റ്റമിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റമിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എരിത്തമാറ്റസ് ഫ്ലെയർ ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടുത്തെ നെർവ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ലെപ്രസി നമുക്ക് സസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ വെരിക്കോസ് വെയിൻ യൂഷ്വലി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡിങ്ങിൽ ബൾജസ് അപ്പിയർ ആൻഡ് ടെൻസ് ടു ടച്ച്. ഓക്കെ, അപ്പിയർ ആയിരിക്കും. ബട്ട് ട്രെൻഡലംബർഗ് പൊസിഷൻ, ട്രെൻഡലംബർഗ് എങ്ങനെയാണ്, ബെഡ് ഇതാണെങ്കിൽ പേഷ്യൻ്റെ ഹെഡ് ഇവിടെ, ലെഗ് ഇവിടെ. ഓക്കെ, ഇതാണ് ട്രെൻഡലംബർഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ബെഡ് ഇങ്ങനെ ആയിരിക്കും, പേഷ്യൻ്റെ ഹെഡ് ഇവിടെ, ഇത് ലെഗ്സ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ട്രെൻഡലംബർഗ് പൊസിഷൻ എന്ന് കാണിക്കുന്നത്. മാറിപ്പോരുത്, ഇത് ട്രെൻഡലംബർഗ് പൊസിഷൻ. റിവേഴ്സ് ട്രെൻഡലംബർഗ് ആകുമ്പോൾ ഹെഡ് എലിവേറ്റ് ചെയ്തിരിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓർത്തിക്കുക, രണ്ടും കൂടെ ഓർത്ത് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയി പോകും. ട്രെൻഡലംബർഗ് പൊസിഷൻ വെരിക്കോസ് വെയിൻ യൂസ് ചെയ്യുന്ന മനസ്സിലാക്കിയാൽ മതി. കാല് ട്രെൻഡലംബർഗിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ റൈസ് ചെയ്തിരിക്കുമ്പോൾ ബാക്ക് ഫ്ലോ ഉണ്ടായിട്ട് ആ ഒരു ബൾജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ ബൾജിങ് ഡിസപ്പിയർ ആവുന്നു. ഇതിനെയാണ് ട്രെൻഡലംബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഗോൾഡ് ക്വിൻഡിഫറോൺ ടെസ്റ്റ് ഫോർ TB. ഗോൾഡ് ക്വിൻഡിഫറോൺ ടെസ്റ്റ് ഫോർ TB പഠിച്ചു വയ്ക്കുക. ഓക്കെ, സ്പ്യൂട്ട് AFB TBക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആഡം ടെസ്റ്റ് സ്കോളിയോസിസ് ഞാൻ പറഞ്ഞുതരാം. ആഡം ടെസ്റ്റ് യൂസ്ഡ് ഫോർ സ്കോളിയോസിസ്. ദെൻ അലൻസ് ടെസ്റ്റ് ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ABG അനാലിസിസ്. ഈ സമയത്ത് അലൻസ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റേഡിയൽ ആർട്ടറി, അൾനാർ ആർട്ടറിയും ബോത്ത് ആർട്ടറീസ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണെന്നോ അറിയാൻ വേണ്ടിയിട്ടാണ് അലൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആൽഡിഹൈഡ് ടെസ്റ്റ് ഫോർ ഓൾസോ ലെപ്രസി. ആൽഡിഹൈഡ് ടെസ്റ്റ് ഫോർ ലെപ്രസി. ദെൻ ഫോസ്ഫേറ്റ് ടെസ്റ്റ് ഫോർ പാസ്ചറൈസേഷൻ. അത് പറഞ്ഞുതരാം. പാസ്ചറൈസേഷൻ മിൽക്കിൻ്റെ പ്യൂരിഫിക്കേഷൻ ആണ് പാസ്ചറൈസേഷൻ. ലൂയിസ് പാസ്റ്ററാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫോസ്ഫേറ്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് വൺ പാച്ച് ടെസ്റ്റ്. നമുക്കെല്ലാം അറിയാം, അലർജിക് റിയാക്ഷൻ ആണ് പാച്ച് ടെസ്റ്റ്. ടൂർണിക്കേറ്റ് ടെസ്റ്റ്, ഡെങ്കു. എന്താണ് ടൂർണിക്കേറ്റ് ടെസ്റ്റ്? നമുക്കെല്ലാം ഡെങ്കു ഫീവറിലെ മോസ്റ്റ് സിംറ്റം എന്താണ്? ത്രോംബോസൈറ്റോപിനിയ. മാർക്കറിൻ ത്രോംബോസൈറ്റോപിനിയ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പേഷ്യൻ്റ് ടൂർണിക്കേറ്റ് അപ്ലൈ ചെയ്ത് ഒരു 5 to 10 seconds റിമൈൻഡ് അങ്ങനെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ പെറ്റക്കി, അതായത് ബ്ലൂഷ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നതാണ് ടൂർണിക്കേറ്റ് ടെസ്റ്റ്. അതൊരു ഡെങ്കുവിൻ്റെ സിംറ്റമാണ്. ഓക്കെ, ഡെങ്കു ഐഡൻറ്റിഫിക്കേഷൻ, ടൂർണിക്കേറ്റ് ടെസ്റ്റ്. ദെൻ യൂറിയ ബ്രത്ത് ടെസ്റ്റ്. യൂറിയ ബ്രത്ത് ടെസ്റ്റ് എന്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആണ് എന്നാണ്? H. pylori. H. pylori എന്താണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്? പെപ്റ്റിക് അൾസർ കോസേറ്റീവ് ഓർഗാനിസം. ഇമ്പോർട്ടൻ്റ് ആണ് പെപ്റ്റിക് അൾസർ. ഓക്കെ, മറന്നുപോയത് പെപ്റ്റിക് അൾസറിൻ്റെത് H. pylori ആണ്. H. pylori. യൂറിയ ബ്രത്ത് ടെസ്റ്റ് എന്തിനാണ് അസസ് ചെയ്യുന്നത്? H. pyloriക്ക് എബിലിറ്റി ടു കൺവേർട്ട് യൂറിയ ടു അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അമോണിയം കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ യൂറിയ അതുവഴി സ്മെൽ ചെയ്യും. അതിനാണ് യൂറിയ ബ്രത്ത് ടെസ്റ്റ് ഫോർ H. pylori ഡൺ ചെയ്യുന്നത്. ഓക്കെ, പെപ്റ്റിക് അൾസർ ആണ്, മറന്നുപോകരുത്. നെക്സ്റ്റ് വൺ ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡിഫ്തീരിയ ആൻഡ് ഡിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സ്കാർലറ്റ് ഫീവർ. ഓക്കെ, ഷിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡിഫ്തീരിയ ആൻഡ് ഡിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സ്കാർലറ്റ് ഫീവർ. മറന്നുപോയത് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നിരിക്കുന്നതാണ്.
നെക്സ്റ്റ് വൺ ഹെയർ ടെസ്റ്റ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ബൈൽ സാൾട്സ് ഇൻ യൂറിൻ. സ്മിത്ത് ടെസ്റ്റ് ബൈൽ പിഗ്മെന്റ്സ് ഇൻ യൂറിൻ. നമുക്കറിയാം ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെന്റ്സും ഒന്നിച്ച് നോക്കാം. ഹെയർ ടെസ്റ്റ് ബൈൽ സാൾട്സിനും സ്മിത്ത് ടെസ്റ്റ് ബൈൽ പിഗ്മെന്റ്സിന്. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. ഹെയർ ടെസ്റ്റ് ഫോർ ബൈൽ സാൾട്സ് ആൻഡ് സ്മിത്ത് ടെസ്റ്റ് ഫോർ ബൈൽ പിഗ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ ആദംസ് ഫോർവേഡ് ബെൻഡ് ടെസ്റ്റ്. എന്താണ്? സ്കോളിയോസിസ് ഉണ്ടോയെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. നോർമലി ഉള്ള ഒരു പേഴ്സൺ, ഒരു ചൈൽഡ് ഒരു ബെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിന് രണ്ട് കർവേച്ചറും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അബ്നോർമൽ സ്കോളിയോസിസ് ഉള്ളതിന് ഒരു സൈഡ്, ഏത് സൈഡിലോട്ടാണ് ആ സ്കോളിയോസിസ് ഉള്ളത് ആ ഒരു കർവേച്ചർ ഇങ്ങനെ ഉയർന്നു നിൽക്കും. കണ്ടോ, നോർമലിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കും. ഈ ഒരു ഇതിനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. സ്കോളിയോസിന്റെ അസിസ്റ്റന്റ്. ഇതാണ് ആദംസ് ഫോർവേഡ് ബെൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നേരത്തെ ഞാൻ പറഞ്ഞത് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്കിന്റെ പാസ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്, അതായത് ഈ കവർ പാല് നമുക്ക് വരുന്ന സമയത്ത് അത് പാസ്ചറൈസ്ഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ടെസ്റ്റ് ട്യൂബിനകത്ത് 1 ml മിൽക്ക് എടുക്കുക. ഓക്കെ, അതിനകത്ത് 5 ml നൈട്രേറ്റ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുക. കളർ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മിൽക്ക് പാസ്ചറൈസ്ഡ് അല്ല. ഓക്കെ, കളർ ചേഞ്ച് ഇല്ലെങ്കിൽ മിൽക്ക് പാസ്ചറൈസ്ഡ് ആണ്. ഓക്കെ, ഇത് നോട്ട് പാസ്ചറൈസ്ഡും ഇത് പാസ്ചറൈസ്ഡ് മിൽക്കുമാണ്. ഓക്കെ, ഇതാണ് പാസ്ചറൈസ്ഡ് മിൽക്ക് പാസ്ചറൈസ്ഡ് ആണോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറന്നു പോയിരിക്കാനാണ് ഞാൻ പിക്ചർ ഇട്ട് തരുന്നത്. നെക്സ്റ്റ് ആണ് ബെനഡിക്ട് ടെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യൂറിൻ ഗ്ലൂക്കോസ് ടെസ്റ്റ്. നോർമൽ കളർ ബ്ലൂവും അതിന് മുകളിലോട്ടുള്ള എല്ലാം ബ്ലഡ് യൂറിൻ ഷുഗർ ലെവൽ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ റീനെ ആൻഡ് വെബർ ടെസ്റ്റ്. ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആസ് വെൽ as സെൻസറി ഹിയറിംഗ് ലോസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് റീനെ ആൻഡ് വെബർ ടെസ്റ്റ്. റോംബർ ടെസ്റ്റ് ആണെങ്കിൽ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റോംബർ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് കളർ വിഷൻ ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, കളർ വിഷൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്നെല്ലൻസ് ചാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിസ്റ്റന്റ് വിഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്നെല്ലൻസ് ചാർട്ട്. 6/6 ആണ് നോർമൽ സ്നെല്ലൻസ് ചാർട്ട്. നെക്സ്റ്റ് വൺ കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. കൺഫ്രണ്ടേഷൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എല്ലാം വിഷൻ ടെസ്റ്റ് തന്നെയാണ്. ഇഷിഹാര ടെസ്റ്റ്, സ്നെല്ലൻസ് ടെസ്റ്റ്, കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. സെൻട്രൽ ആൻഡ് പെരിഫറൽ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എക്സാമിനറിൻ്റെയും പേഷ്യൻറ്റിൻ്റെ വൺ സൈഡ് സെയിം സൈഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫിംഗർ മൂവ് ചെയ്യുന്ന എത്രത്തോളം ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്നതാണ് കോൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ജാഗസ് ടൈപ്പ് കാർഡ് ടെസ്റ്റ്. ഇത് പറഞ്ഞുതരാം. ജാഗസ് ടൈപ്പ് കാർഡ് ടെസ്റ്റ് നിയർ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിയർ വിഷൻ. ഓക്കെ, ഷോർട്ട് സൈറ്റ് ആണ് നിയർ വിഷൻ, ലോങ് സൈറ്റ് ഡിസ്റ്റന്റ് വിഷൻ. ഓക്കെ, മയോപ്പിയാണ് ഷോർട്ട് സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂബോൺ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ. ന്യൂബോൺ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ എത്ര കൊടുക്കും, ഏത് റൂട്ടാണ്? IM ആണ് കൊടുക്കുന്നത്. 1 mg ആണ് കൊടുക്കുന്നത്. IM അത് ബർത്തിൽ തന്നെ കൊടുക്കും. അത് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂബോൺ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ. IM 1 mg രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡോസും ചോദിച്ചിട്ടുണ്ട്, ഏത് റൂട്ടാണെന്നും ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വാക്സിൻസ് വൈറ്റമിൻ A ആണ് കൊടുക്കുന്നത്. A ഓർലി ആണ് കൊടുക്കുന്നത് സിറപ്പായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഓപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സബ്സ്റ്റൻസ് അബ്യൂസ് പേഷ്യൻ്റ്. അതായത് ഓപ്പിയോയിഡ്സിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബുപ്രനോർഫിൻ ആണ്. ഓക്കെ, ബുപ്രനോർഫിൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്പിയോയിഡിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ് പേഷ്യൻ്റ് കൊടുക്കുന്നത് ബുപ്രനോർഫിൻ ആണ്. ബുപ്രനോർഫിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് അനീമിയ ആൻഡ് പ്രഗ്നൻസി. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ചോദിക്കുന്നതാണ്. ഇത്ര HB ഉണ്ടെങ്കിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. HB ലെസ് ദാൻ 11 gram വരുമ്പോഴാണ് അനീമിക്ക എന്ന് പറയുന്നത്. 11 gram ആണ് അനീമിക്ക എന്ന് പറയുന്നത്. അതായത് കൂടുതൽ RBCയുടെ ആവശ്യമുണ്ട്, ബേബിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. എന്നാൽ 11 gram ആണ് നോർമൽ പറയുന്നത്. നോർമൽ ലേഡിക്കാണെങ്കിൽ 12 gram ആണ് പറയുന്നത്. പ്രഗ്നന്റ് ലേഡിക്ക് 11 gram. ഓക്കെ, മൈൽഡ് ആണെങ്കിൽ 9 to 10.9 gram മൈൽഡ്, മോഡറേറ്റ് 7 to 8.9 gram മോഡറേറ്റ്, സിവിയർ 4 to 6.9 gram സിവിയർ, വെരി സിവിയർ ആകുമ്പോൾ ലെസ് ദാൻ 4 gram. ഓക്കെ, 9 എബോ ഉള്ളത് മൈൽഡ്, 7 എബോ ഉള്ളത് മോഡറേറ്റ്, 4 എബോ ഉള്ളത് സിവിയർ, വെരി സിവിയർ ലെസ് ദാൻ 5. ഓക്കെ,
എന്ന് ഓർത്ത് വയ്ക്കുക. അനീമിയ ആൻഡ് പ്രഗ്നൻസി, അതായത് 8.5 ഉള്ള ഈ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ഉണ്ടാകുന്നത് വെച്ചാൽ 8.5 HB ഉള്ള ഒരു പ്രഗ്നന്റ് ലേഡി ഏത് അനീമിക് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ മോഡറേറ്റ് സ്റ്റേജാണ് വരുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ എല്ലാം പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ഒരു റെഗുലർ ക്ലോസപ്പ് ഇൻ പേഷ്യൻ്റ്, അത് ക്ലോസപ്പ് ഇൻ ടാബ്ലറ്റ് സൈക്കാട്രിക് ഡ്രഗാണ്. ആ ഡ്രഗ് എടുക്കുന്ന പേഷ്യൻ്റ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വീക്കിലി ബ്ലഡ് ചെക്കിങ് ചെയ്യേണ്ടത് ഏതാണ്? CBC ചെക്കിംഗ് ആണ് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ന്യൂട്രോപ്പിനിക് ആവും ഈ ക്ലോസപ്പിന് എടുക്കുന്ന പേഷ്യൻ്റ്. അപ്പോൾ ന്യൂട്രോഫിൽ കൗണ്ടാണ് ചെക്ക് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ CBC ടോട്ടൽ കൗണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തിരുന്നത് അങ്ങനെ. നെക്സ്റ്റ് സ്പൈനൽ കോഡ് ഈസ് മേഡപ്പ് ഓഫ്. സ്പൈനൽ കോഡ് എന്തുകൊണ്ട് മേഡപ്പ്? ന്യൂറോൺസ് കൊണ്ട് മേഡ് ചെയ്തതാണ് സ്പൈനൽ കോഡ്. ഓക്കെ, സ്പൈനൽ കോഡ് ന്യൂറോൺസ്. ദെൻ പെർമനൻറ്റ് പേസ് മേക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏതൊരു കണ്ടീഷനാണ് പെർമനൻറ്റ് പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്? ഫോർ 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനാണ് പെർമനൻറ്റ് പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഓക്കെ, പെർമനൻറ്റ് പേസ് മേക്കർ. നോർമൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡിനെയാണ്. ഓക്കെ, ഹാർട്ടിൻ്റെ SA നോഡിനെയാണ് നോർമൽ പേസ് മേക്കർ. പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്നറിയപ്പെടുന്നത് SA നോഡാണ്. പെർമനൻറ്റ് പേസ് മേക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനാണ്. സോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്